ഹോയ് ഹോയ് ഹോയ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നിങ്ങൾ നല്ല ഫുഡിയാണോ മക്കളെ? ടീച്ചറില്ലേ? ടീച്ചർക്ക് ഫുഡൊക്കെ കഴിക്കാൻ ഇഷ്ടമാണ്. ഇപ്പോൾ കുറച്ചായിട്ട് ടീച്ചർ എന്ത് ചെയ്യാൻ തുടങ്ങി? കുറേ കാര്യങ്ങൾ ഒഴിവാക്കാൻ തുടങ്ങി. മധുരം ഒഴിവാക്കാൻ തുടങ്ങി. അതുപോലെ ഭക്ഷണം കഴിക്കുന്ന സമയം ഒന്ന് മാറ്റി നോക്കി. വൈകുന്നേരം രാത്രിയത്തെ ഫുഡ് ഒരുപാട് ലേറ്റായിട്ട് കഴിക്കാതെ നേരത്തെ കഴിക്കാൻ തുടങ്ങി. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ്, ഉച്ചയ്ക്ക് ലഞ്ച്, അതിനുശേഷമുള്ള ഡിന്നർ അല്ലേ, രാത്രിയുള്ള ഭക്ഷണം എന്താണ് വളരെ നേരത്തെ 7 മണിക്ക് മുന്നേ ഒക്കെ കഴിക്കാൻ തുടങ്ങി. അപ്പോൾ ടീച്ചർക്ക് കുറച്ച് മാറ്റമൊക്കെ ഫീൽ ചെയ്തു. ഒരു എനർജിയൊക്കെ വന്നിട്ടുണ്ട് കുറച്ചുകൂടെ. അതുപോലെ കുറച്ച് ഒരുപാടൊന്നുമില്ല, കുറച്ച് മെലിഞ്ഞതായിട്ടൊക്കെ തോന്നിയിട്ടുണ്ട്. അപ്പോൾ ടീച്ചർ ഇതേ ഒരു രീതി ഫോളോ ചെയ്യാൻ തുടങ്ങുകയാണ്. അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഫുഡുകൾ, പുറത്തുനിന്നുള്ള മാക്സിമം ടീച്ചർ ഫുഡ് ഒഴിവാക്കി ഹെൽത്തി ആയിട്ട് വീട്ടിൽ നിന്ന് തന്നെ കുക്ക് ചെയ്തൊക്കെ കഴിക്കാൻ തുടങ്ങിയപ്പോൾ ടീച്ചർക്ക് ഒരുപാട് മാറ്റങ്ങളൊക്കെ വന്നു. അപ്പം നിങ്ങൾ ഒരുപാട് ഫുഡ് പുറത്തുനിന്ന് കഴിക്കുന്നവരാണെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പം നമുക്ക് എന്തൊക്കെയാണ് അല്ലെങ്കിൽ എന്തിനാണ് നമ്മൾ ആഹാരം കഴിക്കുന്നത് എന്ന് നിങ്ങൾക്കറിയാമോ? ആഹാരം എന്തിനാ കഴിക്കുന്നത്? എന്തിനാണ് നാം ആഹാരം കഴിക്കുന്നത്? എന്തിനാ നമ്മൾ ആഹാരം കഴിക്കുന്നതെടാ? എന്തിനാ കഴിക്കുന്നത്? നമുക്ക് എനിക്കിവിടെ വന്ന് ക്ലാസ് എടുക്കണം അല്ലേ? അപ്പോൾ എന്ത് ചെയ്യണം? ഞാൻ ഇന്ന് രാവിലെ മുതൽ ഉച്ചവരെ, അല്ലെങ്കിൽ ഈ വൈകുന്നേരം വരെ, അല്ലെങ്കിൽ രാത്രി വരെ, അല്ലെങ്കിൽ ഇന്നലെ മുതൽ ഞാനൊന്നും കഴിച്ചിട്ടില്ല. എനിക്ക് എണീറ്റ് നടക്കാൻ പറ്റുമോ? ഇല്ല അല്ലേ? അപ്പോൾ എനിക്ക് ആരോഗ്യത്തോടെ ഹെൽത്തി ആയിട്ട്, അല്ലെങ്കിൽ ഇങ്ങനെ വളർച്ചയ്ക്ക് അല്ലേ, ഒരു വളർച്ചയ്ക്കൊക്കെ എന്ത് വേണം? നമ്മൾ ഫുഡ് കഴിക്കണം. നമ്മൾ ഇപ്പോൾ മക്കള് 4 വയസ്സിലും LKG UKG ഉള്ള സമയത്തുള്ളതുപോലെയാണോ നിങ്ങൾ? ഇപ്പോൾ വലുതായില്ലേ, കൈ വലുതായി, കാല് വലുതായി, ഒരു മാറ്റമൊക്കെ വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് വളരാനാണ്. എങ്ങനെ വളരാനാണ്? ആരോഗ്യത്തോടെ വളരാനും അതുപോലെ പ്രവൃത്തി ചെയ്യാനുമാണ്. ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു പ്രവൃത്തിയാണല്ലേ, ഒരു പ്രവൃത്തിയല്ലേ. എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിനെനിക്ക് എനർജി വേണം. നല്ല എനർജി ഉണ്ടെങ്കിലല്ലേ എനിക്ക് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ? അപ്പോൾ ആരോഗ്യത്തോടെ വളരാനും പ്രവൃത്തി ചെയ്യാനുമുള്ള കഴിവിന് വേണ്ടിയിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്? ഞാൻ ഫുഡ് കഴിക്കുന്നത് അല്ലേ? നിങ്ങളും അങ്ങനെ തന്നെയല്ലേ അല്ലേ? അപ്പോൾ ഫുഡ് എന്തിനാ കഴിക്കുന്നത്? എന്തിനാ നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്? ആരോഗ്യത്തോടെ വളരാനും പ്രവൃത്തി ചെയ്യാനുമുള്ള കഴിവിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഫുഡ് കഴിക്കുന്നത്, ആഹാരം കഴിക്കുന്നത് അല്ലേ? ഇനിയിപ്പോ നമ്മൾ എല്ലാ ഫുഡും അങ്ങ് വാരി വലിച്ചങ്ങ് തിന്നാൻ പാടുണ്ടോ? രാവിലെ നമുക്ക് എനിക്ക് രാവിലെ മന്തി മതി. മന്തി കഴിച്ചിട്ട് അൽഫാമും മന്തിയും അത് കഴിഞ്ഞ കൂടെ മയണൈസും ഒക്കെ കഴിഞ്ഞേ നിങ്ങൾ അതെല്ലാം തട്ടി വിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ പറയാണ്, എനിക്കെന്താ വേണ്ടേ? എനിക്ക് ബർഗർ വേണം, അല്ലെങ്കിൽ ഷവർമ്മ വേണം. പിന്നെ അന്ന് വൈകുന്നേരം ആയപ്പോൾ നിങ്ങൾ വേറെ എന്തൊക്കെയോ എണ്ണയിലൊക്കെ പൊരിച്ച കുറേ സ്നാക്സും ഒക്കെ കഴിച്ചു. രാത്രി ആയപ്പോൾ പിന്നെയും അതുപോലെ തന്നെ ഇഷ്ടമുള്ള ചിപ്സും ചോക്ലേറ്റും എല്ലാം വാരി വലിച്ച് കഴിച്ചു. അപ്പം നിങ്ങൾ നോക്കണം, രാവിലെ മുതൽ രാത്രി വരെ നിങ്ങൾ കഴിച്ച ഭക്ഷണം എങ്ങനെയാ? രാവിലെ മന്തി കഴിച്ചു, ഫുൾ ടൈം മന്തി. നമ്മുടെ ശരീരത്തിന് അതിനെ ദഹിപ്പിക്കാൻ അല്ലേ, അത് കഴിയുന്നതിന് മുമ്പേ നിങ്ങൾ അടുത്ത ഭക്ഷണം കഴിച്ചു. അല്ലെങ്കിൽ നമുക്ക് ആവശ്യത്തിന് വേണ്ട കാര്യങ്ങളൊന്നും ഈ കഴിച്ച ഭക്ഷണങ്ങളിൽ നിന്ന് കിട്ടിയിട്ടില്ല അല്ലേ? നമുക്ക് മന്തിയൊക്കെ കഴിക്കാം. രാവിലെ തന്നെ മന്തി കഴിച്ച് അതിനുശേഷം പിന്നെയും ബർഗറോ അല്ലെങ്കിൽ ഷവർമയൊക്കെ കഴിച്ച് അൽഫാം അത് ഇത് അങ്ങനെയൊക്കെ കഴിച്ച് ജങ്ക് ഫുഡ്സ് അല്ലേ, നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന ഭക്ഷണങ്ങൾ എല്ലാം കഴിച്ച് നിങ്ങളെ ആകെ ഓരോരോ ഉറക്കച്ചടവോടെ ഇരിക്കും നിങ്ങൾ ആ ദിവസം. അങ്ങനെയല്ലേ? അപ്പൊ നമ്മുടെ ആഹാരത്തിൽ കുറെ നല്ല കാര്യങ്ങൾ ഉൾപ്പെടുത്തണം എന്നാണ് പറയുന്നത്. ഒന്ന് നോക്കേ, ആഹാരത്തിൽ എന്തൊക്കെ ഉൾപ്പെടുത്തണം എന്ന് നമുക്കറിയാമോ? ധാന്യങ്ങൾ വേണം. ധാന്യങ്ങൾ അല്ലേ? കടല, ചെറുപയർ, മമ്പയർ, പിന്നെ എന്തൊക്കെയാണ്? എല്ലാവർക്കും അറിയാലേ ധാന്യങ്ങൾ എന്തൊക്കെയാണ് എന്ന്. അപ്പോൾ അതൊക്കെ നമ്മൾ ഉൾപ്പെടുത്തണം. പിന്നെയോ ഫ്രൂട്ട്സ് കഴിക്കണം എന്ന് എല്ലാവരും പറയാറില്ലേ?
ഫ്രൂട്ട്സ് നമ്മളെ വീട്ടിലൊക്കെയുള്ള പപ്പായൊക്കെ നല്ലതാണ് കേട്ടോ. പുറത്തുനിന്ന് നിങ്ങൾ വാങ്ങുന്നതിനേക്കാട്ടും വീട്ടിലുണ്ടാവുന്ന പപ്പായ, പേരക്ക, അതുപോലെ പഴം, വാഴപ്പഴമൊക്കെ ഉണ്ടാവില്ലേ വീട്ടിൽ തന്നെ, അതൊക്കെ നല്ലതാണ്. ഇനിയിപ്പോൾ ആപ്പിളൊന്നും നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റില്ല, അതുകൊണ്ട് അതൊക്കെ നമുക്ക് പുറത്ത് വാങ്ങി കഴിക്കാം. പക്ഷേ നന്നായിട്ട് കഴുകിയിട്ട് മാത്രമാണ് ഉപയോഗിക്കാൻ പറ്റുള്ളൂ അല്ലേ. പിന്നെ വെജിറ്റബിൾസ്, പച്ചക്കറികൾ വേണ്ടേ ശരീരത്തിന്? അപ്പോൾ ധാന്യങ്ങളും പഴങ്ങളും പച്ചക്കറികളൊക്കെ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ ശരീരത്തിന് ആവശ്യമാണ് അല്ലേ. നല്ല ആരോഗ്യമുള്ള ശരീരമുള്ള ഒരു കുട്ടിയായിട്ട് അല്ലെങ്കിൽ ഒരു വ്യക്തിയായിട്ട് നമ്മൾ വളരണമെങ്കിൽ നമ്മൾ ധാന്യങ്ങൾ ഉൾപ്പെടുത്തണം. കണ്ടോ, കുറേ ധാന്യങ്ങൾ കണ്ടോ, പലതരത്തിലുള്ള കടലയും ചെറുപയറും വൻപയറും പിന്നെ എന്താണ് പരിപ്പ്, പലതരത്തിലുള്ള പരിപ്പുകളിലല്ലേ, ദാൽ നമ്മൾ പറയാറുണ്ട്. അതൊക്കെ വേണം. പിന്നെ എന്താണ്, പച്ചക്കറി നമ്മൾ പറഞ്ഞു അല്ലേ, വെജിറ്റബിൾസ് ഒക്കെ പലതരത്തിലുള്ള വെജിറ്റബിൾസ് ഉണ്ട്, അതൊക്കെ നമ്മൾ കഴിക്കണം. മത്സ്യം കഴിക്കണം അല്ലേ, മാംസ്യം കഴിക്കണം, പാല് കഴിക്കണം, പാലും മുട്ടയൊക്കെ കഴിക്കണം കേട്ടോ. ഇടയ്ക്കെങ്കിലും, എന്നും കഴിച്ചിട്ടില്ലെങ്കിലും പാലൊക്കെ നമ്മുടെ ശരീരത്തിലേക്ക് വളരെ ആവശ്യമുള്ളതാണ്. അതുപോലെ മത്സ്യം, ചെറിയ ചെറിയ മത്സ്യങ്ങളൊക്കെ കഴിക്കണം. ഇനിയിപ്പോൾ ഒട്ടും നോൺ വെജ് കഴിക്കാത്തവരാണെങ്കിൽ, മത്സ്യമാംസാദികളൊന്നും കഴിക്കാത്തവരാണെങ്കിൽ എന്ത് ചെയ്യുക, അതിനനുസരിച്ചുള്ള തൈരായാലും അല്ലേ, അതിനനുസരിച്ചുള്ള പച്ചക്കറികളും പിന്നെ അതുപോലെ മിൽക്ക് പ്രൊഡക്ട്സും നമുക്ക് പ്രോട്ടീൻ കിട്ടുന്ന തരത്തിൽ ഉള്ള ഭക്ഷണങ്ങളൊക്കെ നമ്മൾ കഴിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ മനസ്സിലായില്ലേ എന്തിനാണ് ആഹാരം കഴിക്കുന്നത്, എന്തൊക്കെയാണ് നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തേണ്ടതെന്ന്. എന്നും മന്തിയും അതുപോലെ തന്നെ ബിരിയാണിയും അല്ലേ, അങ്ങനെ കുറേ പുറത്തെ ഫുഡുകളുണ്ട് അല്ലേ, നമുക്ക് കഴിക്കാം, എപ്പോഴെങ്കിലുമൊക്കെ കഴിക്കാം അല്ലേ. എന്നും അത് തന്നെ കഴിച്ചാൽ നമ്മുടെ ആരോഗ്യം എന്തായിപ്പോവും, കേടായിപ്പോവും അല്ലേ, ചീത്തയായിപ്പോവും. അപ്പോൾ ഇന്ന് ഇത്രയും കാര്യങ്ങളാണ് ടീച്ചർക്ക് പറയാനുള്ളത്. ഇനിയും പല ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ ആയിട്ട് ഞങ്ങൾ വരാം, നിങ്ങൾ കൂടെ ഉണ്ടാവണം കേട്ടോ. അപ്പോൾ അടുത്ത ക്ലാസ് കാണാം. എൻ്റെ പേര് ശ്രുതി എന്നാണ്. ബൈ.